ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും 2025 നടക്കാൻ പോകുന്ന ഭാരത് മൊബിലിറ്റി എന്ന് പറയുന്ന ഓട്ടോ എക്സ്പോയെ പറ്റി. ഇതിനു മുന്നേ നമുക്ക് 2023 ഡൽഹി ഓട്ടോ എക്സ്പോ നടന്നത്. അതൊരു വലിയ ഓട്ടോ എക്സ്പോ ആയിരുന്നു. ഇഷ്ടംപോലെ വണ്ടികളും അതുപോലെ പുതിയ സ്റ്റാർട്ടപ്സും ഒക്കെ ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ പോകുന്ന ഒരു വലിയ ഓട്ടോ എക്സ്പോ തന്നെയാണ് ഇനിയിപ്പോൾ 2025 ജാനുവരിയിൽ വരാൻ പോകുന്നത്. ജാനുവരി 17 to 22 അതിൻ്റെ ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ കമ്പനികൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കമ്പനികളും അവരുടെ പുതിയ മോഡൽസും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റ് വാഹനങ്ങളൊക്കെ കാണിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ഇലക്ട്രിക് വാഹനമാണ് വേവ് മൊബിലിറ്റിയുടെ ഇവ എന്ന് പറഞ്ഞ ഇലക്ട്രിക് വാഹനം. വേറൊരു രസം കൂടെ ഉണ്ട്. 2023 നടന്ന ഓട്ടോ എക്സ്പോയിൽ ഇവർ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞ് 24 ഇത് ലോഞ്ച് ആവും എന്നാണ്. പക്ഷേ 24 കഴിയാനായി ഇതുവരെ വണ്ടി ലോഞ്ച് ആയിട്ടില്ല. അടുത്ത വർഷം ലോഞ്ച് ആവും എന്ന് പറയുന്നു. അത് നമുക്ക് നോക്കാം. അവരിപ്പോൾ എന്തായാലും ഓട്ടോ എക്സ്പോയിൽ വണ്ടി കാണിക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും മിക്കവാറും അവർ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ക്ലോസ് ടു പ്രൊഡക്ഷൻ സ്പെക്കാണ് അവർ വണ്ടി കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഒരു സോളാർ പവേർഡ് ഇലക്ട്രിക് വാഹനമാണ്. പക്ഷേ സോളാർ പവേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റൂഫിൽ വെക്കാൻ പറ്റുന്ന സോളാർ പാനൽ വെച്ച് കിട്ടാൻ പറ്റുന്ന ഒരു മാക്സിമം റേഞ്ച് ഉണ്ട്. അത്രേ കിട്ടുള്ളൂ. വണ്ടി മൊത്തമായിട്ട് നമുക്ക് സോളാറിൽ ഓടിക്കാൻ പറ്റില്ല. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ ബാറ്ററി സ്പെസിഫിക്കേഷൻ, റേഞ്ച്, പിന്നെ പവർ, അതുപോലെ സോളാറിൽ എന്തോരം ഓടും, അല്ലാതെ വണ്ടി എന്തോരം ഓടും തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഡിസൈൻ വെച്ച് നോക്കുമ്പം ഇത് വളരെ മിനി ആയിട്ടുള്ളൊരു വണ്ടിയാണ്, ഓർ മേ ബി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് എന്ന് നമുക്ക് പറയാം. കൊമറ്റിനേക്കാളൊക്കെ ഈ വണ്ടിക്ക് വിഡ്ത്ത് വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ കൊമറ്റാണ്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ആക്ച്വലി ഈ വാഹനത്തിന് ലെങ്ത്തും വീൽ ബേസും കുറച്ച് കൂടുതലുണ്ട്. പറഞ്ഞു വരുമ്പം 3060 മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത്. അതുപോലെ വീൽ ബേസ് ആണെങ്കിലും 2200 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഫിഗറാണ്. പക്ഷേ വിഡ്ത്ത് വളരെ കുറവാണ്. 1150 മില്ലിമീറ്റേഴ്സ് മാത്രമേ ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നുള്ളൂ. ഫോർ റെഫറൻസ് നമ്മുടെ MGയുടെ കൊമറ്റ് TVയുടെ വിഡ്ത്ത് 1640 മില്ലിമീറ്റേഴ്സിനടുത്താണ്. സോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട് വിഡ്ത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഇങ്ങനെ നടുവിൽ നിന്ന് നമുക്ക് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് തോന്നും. അത്യാവശ്യം നല്ല ഹൈറ്റ് തോന്നും. ഹൈറ്റ് ഇതിന് ആവശ്യത്തിനുണ്ട്. 1590 മില്ലിമീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹൈറ്റും അതുപോലെ വളരെ നാരോ ആയിട്ടുള്ള വണ്ടി പോലെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും. ഒറ്റയടിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 വീലർ വണ്ടി പോലെ തോന്നുന്നുണ്ടായിരിക്കും, ബാക്കിൽ അത്രയും വീതി കുറവായതുകൊണ്ട്. പക്ഷേ 3 വീലർ അല്ല, ഇതൊരു ക്വാഡ്രി സൈക്കിൾ പോലത്തെ ഡിസൈനാണ്. ബാക്കിലത്തെ വീൽസ് വളരെ അടുത്താണ് എന്ന് മാത്രം. അത് എയറോഡൈനാമിക് എഫിഷ്യൻസിയും അതുപോലെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള എഫിഷ്യൻസിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് എന്നവർ പറയുന്നു. എന്തായാലും നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ നമുക്കിതിൻ്റെ സോളാർ പാനൽ വരുന്നത് റൂഫിൽ നമ്മുടെ ആ ഒരു ഗ്ലാസ് ഏരിയയിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സംഭവം അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പാനോറാമിക് സൺറൂഫായിട്ടും അതുപോലെ സോളാർ പാനലായിട്ടും തന്നെ ആക്ട് ചെയ്യുന്നത്. നമ്മളത് ജസ്റ്റ് സാധാരണ വണ്ടികൾ പോലെ തന്നെ പാനോറാമിക് സൺറൂഫിൻ്റെ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സോളാർ പാനലായി. അങ്ങനത്തെ ഒരു ഡബിൾ ഫംഗ്ഷനാലിറ്റിയാണ് അവർ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അത് അഗെയിൻ അത്യാവശ്യം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പിന്നെ പൊതുവെ ഈ പ്രൈസ് പോയിന്റിലുള്ള വണ്ടികളിലൊന്നും നമുക്ക് പാനോറാമിക് സൺറൂഫ് പോയിട്ട് സൺറൂഫ് പോലും കിട്ടാറില്ല. അതിപ്പോൾ കൊമറ്റ് TV ആയാലും ഓർ ഈവൻ ടിയാഗോ EV, പിന്നെ Citroen EC3 തുടങ്ങിയ വണ്ടികളാണ് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ നിൽക്കുന്നത്. ഈ വണ്ടികളൊന്നും ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എക്സ്റ്റീരിയർ കുറച്ച് വിയേർഡ് ആണെങ്കിലും ഇൻറ്റീരിയർ അത്ര വിയേർഡല്ല. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റിയറിംഗ് മോഡ്, ഓഡിയോ കൺട്രോൾസിൻ്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ഡിസ്പ്ലേസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒന്നൊരു ഡ്രൈവർ ഡിസ്പ്ലേ പോലെ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റർ ആണ്. പിന്നെ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പോലത്തെ ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതിന് 2 ഡിജിറ്റൽ ഡിസ്പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നു നടുവിലത്തെ ഡിസ്പ്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ AC വരും എന്ന് പറയുന്നു. അതുപോലെ മിറേഴ്സ് എല്ലാം തന്നെ ഇൻറ്റേർണലി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആവാൻ അവർ പറയുന്നുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ബാക്കി സംഭവങ്ങൾ, അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിറർ, പിന്നെ പാനോറാമിക് സൺറൂഫിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനത്തിൽ നമുക്ക് ഒരിക്കലും അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വണ്ടി എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ പോലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റോറേജ് ഏരിയാസും ഈ ഒരു സൈസ് വെച്ച് ആവശ്യത്തിനുണ്ട് എന്ന് പറയാം. ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഈ വണ്ടി ഒരു ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു 30 to 40 കിലോമീറ്റേഴ്സിനടുത്ത് ഡെയിലി കമ്മ്യൂട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനാണ്. അതായത് നിങ്ങളുടെ വണ്ടിയുടെ റേഞ്ച് അത്ര ഉണ്ടാവുള്ളൂ എന്നല്ല, പക്ഷേ അത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ 3 സീറ്റർ വണ്ടിയാണിത്. 3 സീറ്റർ എന്ന് പറയുമ്പോൾ അതിന് കോംപ്രമൈസ് ഉണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലൊരു അഡൽട്ട്, അതുപോലെ
അതുപോലെ ബാക്കിൽ ഒരു അഡൽട്ട് പിന്നെ ഒരു കുട്ടി, അതാണ് ഒരു ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 2 അഡൽട്സും അതുപോലെ 1 ചൈൽഡും എന്നുള്ളൊരു കോൺഫിഗറേഷനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റിൽ മാത്രം നമുക്ക് ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ളൂ. ബാക്കിൽ 2 സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ പോലും 2 ഫുൾ സൈസ് അഡൽട്സിന് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ഫുൾ സൈസ് അഡൽട്ട് ബാക്കിൽ ഇരുന്നാൽ തന്നെ ഓൾമോസ്റ്റ് സ്ഥലമൊക്കെ തീരാനായതുപോലെ ആവും. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ബാക്കിൽ 2 സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹെഡ് റെസ്റ്റ് ഒന്നും നമുക്ക് ബാക്കിൽ അവൈലബിൾ അല്ല. അവർ ഇതുവരെ കാണിച്ചിരിക്കുന്ന വണ്ടിയുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതുവരെ കാണിച്ചിരിക്കുന്ന കോൺസെപ്റ്റിൽ ഫ്രണ്ടിൽ മാത്രമേ ഡ്രൈവർ എയർ ബാഗ് നമുക്ക് വരുന്നുള്ളൂ. സൈഡ് കർട്ടൻ എയർ ബാഗ്സോ അല്ലെങ്കിൽ സീറ്റിൻ്റെ സൈഡിലുള്ള എയർ ബാഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ 2 വർഷം മുന്നത്തെ കോൺസെപ്റ്റാണ്. അതുകൊണ്ട് നമുക്കിത് എത്രത്തോളം അവർ ഫൈനൽ ഡിസൈനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ ഡിസൈൻ, ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വന്നിട്ടില്ല. ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ ആൾക്കാർക്കും അറിയേണ്ടത്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സോ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഒരു 14 kWh ബാറ്ററി പാക്കാണ് അവർ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡീസൻറ്റ് സൈസിലെ ബാറ്ററി പാക്കാണ്, ഒരുപാട് ചെറുതല്ല. പിന്നെ ഇതൊരു ബോൺ EV പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലോറിൽ അവർക്ക് ബാറ്ററിയൊക്കെ വെക്കാൻ പറ്റും, അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി റേറ്റിംഗ് ആണെങ്കിലും IP68 വരുന്നുണ്ട്. അതുകൊണ്ട് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. റെഫറൻസിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ കൊമറ്റിനെയും കൂടെ പറയാം. 17.3 kWh ബാറ്ററി പാക്കാണ് നമ്മുടെ MG കൊമറ്റിൽ വരുന്നത്. സോ അതിനേക്കാൾ ജസ്റ്റ് 3 kWh'നടുത്ത് ഇതിന് ബാറ്ററിയുടെ സൈസ് കുറവുള്ളൂ. അതിനേക്കാൾ വളരെ നാരോ ആയിട്ടുള്ളൊരു വണ്ടിയാണ്, വെയിറ്റ് കുറവാണ്, സൈസ് ചെറുതാണ് എന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ പിന്നെ ഈ ഒരു സൈസ് നമുക്ക് ആക്ച്വലി ആക്സെപ്റ്റബിൾ ആയിട്ട് തന്നെ പറയാം. 8 bhpയുടെ അടുത്താണ് ഇതിന് പവർ വരുന്നത്. അതുപോലെ 40 Nm ടോർക്ക് ഉണ്ട്. സോ ഡീസൻറ്റ് പവർ ഉണ്ട്. നമുക്ക് ആക്ച്വലി അവർ ക്ലെയിം ചെയ്യുന്നത് 0 to 40 km/h സ്പീഡ് എത്താൻ 5 seconds ആണ്. അതായത് നമുക്കിപ്പോൾ ട്രാഫിക്കിലൂടെയൊക്കെ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൺ ടാപ്പ് നമുക്ക് ഇഷ്ടംപോലെ പവർ ഇതിൻ്റെ ഒരു ലോ റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷേ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴേക്കും, അതായത് സ്പീഡ് കയറും തോറും പവർ അത്രയും കുറഞ്ഞു വരും. 70 km/h ആണ് ഈ വാഹനത്തിന് ടോപ്പ് സ്പീഡ് വരുന്നത്. പിന്നെ അത്രയും നേരം 70 km/h'ലൊന്നും ഒരുപാട് നേരം നിൽക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വണ്ടിയൊന്നും അല്ലത്. നമുക്കൊരു ലോ സ്പീഡ്, അതായത് ഒരു 40 വരെയൊക്കെയാണ് ശരിക്കും, 40 to 50 റേഞ്ചൊക്കെ വരെ ഈ വണ്ടി മാക്സിമം കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. ഇതിൻ്റെ സൈസും അതുപോലെ ഇത്ര നേരോ ആയിട്ടുള്ള വണ്ടിയാണല്ലോ, അതുകൊണ്ട് ടോപ്പ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ കുറേ കേസുകളൊക്കെ ഉണ്ട്. ട്രാഫിക്കിലൂടെയൊക്കെ ഓടിക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു പവർ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ റേഞ്ച് 250 km ആണ് കമ്പനി ഈ വാഹനത്തിന് ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. അത് ARAI ഫിഗറാണ്. ശരിക്കും റിയൽ ലൈഫിൽ നമുക്കൊരു 100 to 150 റേഞ്ച് കിട്ടുകയാണെങ്കിൽ തന്നെ നല്ലൊരു റേഞ്ച് ആയിരിക്കും എന്ന് തന്നെ പറയാം. 150 km ഒക്കെ കിട്ടിയാൽ മതി. കാരണം ഈ വണ്ടി എന്തായാലും ഡെയിലി ഒരാൾ 50 km മുകളിൽ ഓടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു ഡിസൈനും അതുപോലെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു സിറ്റി കമ്മ്യൂട്ടിന് പറ്റിയ വണ്ടി തന്നെയാണ്. കാരണം പാർക്കിംഗ് ഒക്കെ ഈസി ആയിരിക്കും, വണ്ടി നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും തിരിക്കാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഇതിൻ്റെ ഒരു സൈസ് വെച്ച് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് വിയേർഡാണ് ഈ വണ്ടി കാണാൻ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത സോളാറിൻ്റെ കേസ്. ഇതിൻ്റെ അകത്ത് ഇപ്പം അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന റേഞ്ചിൽ സോളാർ കൂട്ടിയിട്ടില്ല, ബാറ്ററിയുടെ മാത്രം റേഞ്ചാണ്. പക്ഷേ സോളാർ എന്ന് പറയുമ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ദിവസം 10 km ഒക്കെ വെച്ച് സോളാറിൽ നിന്ന് കിട്ടുള്ളൂ. കാരണം 150 wattsൻ്റെ ഒരു സോളാർ പാനലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു വർഷം, അതായത് ആനുവലി നമുക്ക് ഏകദേശം 3000 km വരെ സോളാർ പാനൽ ഉപയോഗിച്ച് റേഞ്ച് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പം ഡെയിലി കമ്മ്യൂട്ട് വളരെ കുറവാണെങ്കിൽ സോളാർ പാനലിൻ്റെ ഒരു എനർജി വെച്ച് നിങ്ങൾക്ക് കുറച്ച് ദൂരമൊക്കെ ഓടാൻ പറ്റും. അല്ലാതെ മെയിനായിട്ട് നമ്മൾ ബാറ്ററി പവർ തന്നെയാണ് ഇതിൻ്റെ അകത്തും റിലേ ചെയ്യുന്നത്. പിന്നെ ചാർജിങ് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്. നമ്മളൊരു DC ഫാസ്റ്റ് ചാർജറിൽ കുത്തുകയാണ് എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 50 km വരെ ഓടാൻ മാത്രമുള്ള റേഞ്ച് ഇതിൻ്റെ അകത്ത് കിട്ടും എന്ന് കമ്പനി പറയുന്നു. അതുപോലെ തന്നെ 3/4 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് 80%, 0 to 80% വരെ ചാർജ് ആവും എന്ന് അവർ പറയുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾ AC ചാർജറിലാണ് കുത്തുന്നതെങ്കിലും 4.75 മണിക്കൂറാണ് ഇതിന് 0 to 100 എത്താനായിട്ട് എടുക്കുന്ന സമയം. സോ അതും സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ആണ്. നമുക്ക് ചാർജിങ് ഒക്കെ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറയാം ഈ ഒരു ഫിഗേഴ്സൊക്കെ വെച്ച്. പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ കൊമറ്റിൻ്റെ ഒക്കെ ഒരു പ്രൈസ് വെച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു 6 to 7 lakhs അടുത്തെങ്കിൽ ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും രക്ഷയുണ്ട് എന്ന് പറയും. അല്ലാതെ ഭയങ്കര ഹൈ പ്രൈസ് പോയിന്റിലൊക്കെ ഇറക്കാനാണെങ്കിൽ മറ്റുള്ള ഹീറോ കോമ്പാക്ട് TVS പോലെ ഈ വണ്ടിയും സ്വാഭാവികമായും ഫെയിൽ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കൊമറ്റ് തന്നെ ആൾക്കാർ എടുക്കുന്ന കുറച്ചെങ്കിലും വിട്ടുള്ളതുകൊണ്ടോ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ടൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ വളരെ വിട്ട് കുറഞ്ഞൊരു വണ്ടിയാണിത്. അതുകൊണ്ട് ഇത് സക്സസ്ഫുൾ ആവണമെങ്കിൽ പ്രൈസിൽ തന്നെയാണ് എല്ലാ കളിയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തായാലും ഈ വണ്ടി ഇറങ്ങുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം വരുന്നത്. കാരണം ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവരിപ്പോൾ ഇത്രയും കാലം 2-3 വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെങ്കിൽ ഓക്കെ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് കോൺസെപ്റ്റൊക്കെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എനിവേ ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഡക്ട്സ് നോക്കിയാൽ മതി. ഈവൻ ക്ലീനിങ് പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.